സുഖല്ലേ? രാവിലെ നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുന്ന ചമ്മന്തി, ഉച്ചയ്ക്ക് ബാക്കി വന്ന ചോറ്, ഇത് രണ്ടും കൂടി വെച്ചിട്ട് ഒരു കിഡിലൻ ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോണേ. കുറച്ച് വെള്ള ചമ്മന്തി എടുത്തിട്ടുണ്ട്, അതുപോലെ ബാക്കി വന്ന കുറച്ച് ചോറും ഇരിപ്പുണ്ട്. ഇത് രണ്ടും നമ്മൾ അരച്ചെടുക്കാൻ പോവാ. ചോറ് ഇട്ട് കൊടുക്കാം, ചമ്മന്തി ചേർക്കുന്നുണ്ട്, വെള്ളം ചേർക്കാണ്ട് കുറച്ച് തരിയോടുകൂടി അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. കുറച്ച് ക്യാപ്സിക്കം, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അത് ചേർത്താൽ മതിട്ടോ. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ സവാളയും പച്ചമുളകും മാത്രം ചേർത്താൽ മതി. കുറച്ച് ക്യാരറ്റ്, സവാളയും ക്യാപ്സിക്കം, കറിവേപ്പില, കുറച്ച് മല്ലിയില. റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ, ചമ്മന്തിയിൽ ഉപ്പ് ഉണ്ടാവും. ചോറിൽ ഉപ്പിട്ട് വേവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതും ഓർമ്മ ഉണ്ടാവണം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ഫൈൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയുടെ കണക്ക് നിങ്ങൾ എന്തോരം മിക്സ് ചെയ്യണോ അതനുസരിച്ച് വരും കേട്ടോ. ഞാൻ എടുത്ത അളവാണ് പറഞ്ഞേക്കണം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ പാകത്തിനാക്കി എടുക്കണം, എന്നാലേ നമുക്ക് പരത്തി എടുക്കാൻ പറ്റുള്ളൂ. പരത്താനായിട്ട് ഒരു ഇലയാണ് എടുത്തേക്കണേ. അതിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കയ്യിലും കുറച്ച് എണ്ണ തൊടുണ്ട് കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം മാവിൽ നിന്ന് കുറച്ച് എടുക്കാം. ഇലയിൽ വെച്ച് റൊട്ടിക്കൊക്കെ പരത്തില്ലേ അതുപോലെ പരത്താം. കയ്യിൽ ഒട്ടുകയാണെങ്കിൽ കുറച്ച് വെള്ളം തൊട്ടോളൂ. ഇതുപോലെ പരത്തിയെടുക്കാം. ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ദോശക്കല്ലിലും കുറച്ച് എണ്ണ തേക്കുന്നുണ്ട്. റെഡിയാക്കി വെച്ചേക്കണ അട അങ്ങനെ വെച്ച് കൊടുക്കാം. ഇട്ടതിൻ്റെ ശേഷം നല്ലോണം ഹീറ്റായി വരുമല്ലോ, ആ സമയത്ത് ഇല മാറ്റിയാൽ മതിട്ടാ. ഒട്ടിപ്പിടിക്കില്ല, തന്നെ വിട്ട് വന്നു. ഒരെണ്ണം ആവുമ്പോൾ നമുക്ക് അടുത്തത് പരത്തി വെക്കാം. ഒരു ഭാഗം റെഡി ആവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് മറിച്ചിടാനായിട്ട് നമുക്ക് അങ്ങനെ തിരിച്ചിടാൻ പറ്റില്ല, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇത് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം മറിച്ചിടും. നമുക്ക് അടിഭാഗം റെഡിയാക്കി എടുക്കാം. ഒരെണ്ണം റെഡി ആയിട്ട് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഒരെണ്ണം റെഡി ആകുമ്പോൾ തന്നെ ഒരെണ്ണം പരത്തി വെച്ചോളൂ, അപ്പോൾ പെട്ടെന്ന് പണി കഴിയും. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തുട്ടാ. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഡിന്നറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഇതേ റെഡി ആക്കുള്ളൂ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.